guys, welcome back to my YouTube channel. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഒരു മൂവി റിവ്യൂ ആണ്. വേറെ ആദ്യം പടമല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ എമ്പുരാൻ മൂവിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പടം ഇഷ്ടമായിട്ടുണ്ട്, നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. എന്താ പറയുക, പ്രത്യേകിച്ചും ലാലേട്ടൻ്റെ എൻട്രി ഒക്കെ പുള്ളിയായിരുന്നു. ഇനി കഥയെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, എങ്കിൽ പോലും എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറേ റിവ്യൂസ് ഞാൻ കണ്ടിരുന്നു, അതിൽ പറയുന്നത് ഏതോ ഒരു കലാപത്തെക്കുറിച്ച്, ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും മറ്റുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതൊന്നും ഞാൻ അതിനെക്കുറിച്ച് ഒന്നും സെർച്ച് ചെയ്യാതെയും ഫൈൻഡ് ഔട്ട് ചെയ്യാതെയാണ് ഞാൻ പോയി കണ്ടത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇതൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാനൊരു മൂവിയായിട്ട് മാത്രമേ കാണാൻ ശ്രമിക്കാറുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മളത് ലൈഫുമായിട്ട് ഞാൻ അങ്ങനെ നോക്കാറില്ല. ജസ്റ്റ് മൂവി ഒരുവിധപ്പെട്ട എല്ലാ മൂവികളും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇവിടെ നമുക്ക് പരിമിതികളുണ്ട്. അങ്ങനെയാണ് നമ്മളൊരു ഷോ ഇവിടെ ഉണ്ട് എന്നാണ്, ടെമ്പുരാൻ്റെ വെയിറ്റിംഗ് ആയിരുന്നു. ഷോ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അപ്പം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു, പോയി കണ്ടു. പിന്നെ എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പലരും ഇതിൻ്റെ താഴെ വന്നിട്ട് ചിലപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എനിക്ക് കുഴപ്പമില്ല, കാരണം ഞാൻ കൊടുത്ത കാശിൻ്റെത് ഞാൻ പറയണമല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ മാത്രം ഇതാണ്. അതായത് എൻ്റെ ഇവിടുന്ന് വരുന്ന തോട്ട്സാണ് ഞാൻ പറയുന്നത്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഞാൻ പൊളിറ്റിക്കൽ വ്യൂസ് വെച്ചിട്ട് ഞാൻ പടത്തെ കണ്ടിട്ടില്ല. ഞാൻ ഒരു ഇതിനെയും ഞാൻ നോക്കാറില്ല. എനിക്ക് പൊളിറ്റിക്കൽ വ്യൂസ് എന്ന് പറഞ്ഞതേ ഇല്ല, തീരെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പടത്തെ പടമായി കാണാൻ സാധിച്ചു. നന്നായിട്ട് എന്താ പറയുക, ഞാൻ എൻ്റർടൈൻഡ് ആയിട്ടുണ്ട്. കാരണം മൂവി മീഡിയ എന്ന് പറയുന്നത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് മീഡിയമാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിട്ട് നമ്മുടെ ജോലിയുടെ ഒക്കെ ഒരു സ്ട്രെസ്സൊക്കെ മാറിയിട്ടൊന്ന് അടിച്ചു പൊളിക്കാൻ പറ്റി. പിന്നെ എന്താ പറയുക, നമ്മളുടെ മലയാളീസിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന കുറേ ഉള്ളിലോട്ടാണ്. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ കുറേ സ്ട്രെസ്സ് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളുടെ അതിനകത്ത് ഓരോ ഷോട്ടും പ്രത്യേകിച്ചും ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ പൊളിയായിരുന്നു. ഈവൻ പൃഥ്വിരാജിൻ്റെ ഇൻട്രോ പോലും സൂപ്പർബായിരുന്നു. അതിൽ ഓരോ ക്യാരക്ടേഴ്സും എത്ര വെല്ലായിട്ടാണ് ചെയ്യുന്നതെന്ന് അറിയാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരവരുടെ ക്യാരക്ടേഴ്സ് അവർ പക്കയായിട്ട് എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കാമെങ്കിൽ എനിക്ക് പടം ടോട്ടലി നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൊടുത്ത 100 ഷെക്കലിന് മുതലായി, അത്രയേ ഉള്ളൂ. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ആണ് തിരിച്ചു വന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റിവ്യൂ ഇതാണ്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ വ്യൂസും വെച്ചിട്ടല്ല പറഞ്ഞത്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ളൊരു ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് പടം ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സൗണ്ടിൽ TV ഇട്ടേക്കുമായിരുന്നു, എനിക്ക് എൻ്റെ വോളിയം മ്യൂട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി. ഐ എം റിയലി സോറി. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ഷെയറും ചെയ്ത് ഒരു കമൻറ്റ് ഇട്ടേക്കാമോ പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.